എന്താ ഇതുവരെയും വരാത്തെ? അവൻ ഫോണും എടുക്കുന്നില്ലല്ലോ. ഇന്നത്തെ ദിവസം എത്ര ഇമ്പോർട്ടന്റ് ആണ്. ആ ദിവസം നോക്കി പപ്പി വരാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഇനി അവനെ തേടി കണ്ടെത്താൻ ആരെന്നെ സഹായിക്കും? ആര് സഹായിക്കും? എന്നെ ആരാണ് ഇനി സഹായിക്കുക? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ബോയ്സ്, നിങ്ങൾ ആരെങ്കിലും പപ്പി എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? അവനെ രാവിലെ മുതൽ കാണാനില്ല. അവനെ ഫോണിൽ വിളിച്ചാലും കിട്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ അയാളെ കാണാൻ ആരാ ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നുന്നത് പപ്പി സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ആയി വേറെ എങ്ങോട്ട് പോയെന്നാ. നമുക്കത് ആഘോഷിക്കണം കോപ്പു. അതുകൊണ്ട് വിഷമിക്കണ്ട എന്റെ സാറേ. പപ്പി പ്രശ്നങ്ങളെ തെരഞ്ഞു പോയി കണ്ടുപിടിക്കുന്ന ആളാ. അല്ലെങ്കിലേ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തെരഞ്ഞു പോയതാവും. ഞാൻ ആലോചിക്കുന്നത് അവൻ കാരണം നമുക്കൊരു പ്രശ്നവും ഉണ്ടാകരുതെന്ന. എന്നെ നിങ്ങൾ സഹായിച്ചേ പറ്റൂ ബോയ്സ്. കാരണം നിങ്ങളാണ് എന്റെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ്. ഞാൻ പപ്പിയെ കണ്ടെത്തേണ്ട ചുമതല നിങ്ങളെ ഏൽപ്പിക്കുന്നു. ആ പപ്പി കാണാതെ പോയതാ നമുക്ക് നല്ലത് സാർ. ഞങ്ങൾ അത്ര ബ്രില്യന്റ് ഒന്നും അല്ല സാർ. ഞങ്ങൾ അത്ര ഇന്റലിജന്റും അല്ല. പപ്പിയെ തേടി കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല സാർ. അങ്ങനെയാണോ? എനിക്ക് മനസ്സിലായി. ഞാൻ ആലോചിച്ചത്, നിങ്ങൾ ആരെങ്കിലും പപ്പിയെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അവന് ഒരു പുതിയ ഇമ്പോർട്ടഡ് വോളിബോൾ അവന് സമ്മാനമായി കൊടുക്കും. സാർ, ഞങ്ങൾക്ക് ഇപ്പോഴാ ഒരു കാര്യം റിയലൈസ് ആയത്. പപ്പി ഇല്ലാതെ ഈ സ്കൂൾ എങ്ങനെ വർക്കാകും സാർ? എങ്ങനെ വർക്കാകും? പിന്നെ സ്കൂളിന്റെ ബെല്ല് ആരാണ് സാർ റിംഗ് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് ആര് ചായ കൊണ്ടുവന്ന് തരും സാറേ? അയാളുടെ പൊട്ടിച്ചെറി, ചുരുണ്ട മുടി, മാറ്റിമറിച്ച സംസാരം, ഇനി അതൊക്കെ ആര് ചെയ്യും സാർ? ഇവനിപ്പോ എന്താ പറഞ്ഞത്? ലക്കി പറയുന്നത് ഞങ്ങൾ ഇനി ആരും റെസ്റ്റ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. പപ്പിയെ തേടി കണ്ടുപിടിച്ചിട്ടേ മറ്റേ കാര്യമുള്ളൂ. അതേതായാലും നന്നായി ബോയ്സ്. എനിക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. വേഗം ചെന്ന് അവനെ അന്വേഷിക്കേ. ഗോ ഗോ ഗോ. ഇത് കൊള്ളാം. ഇത് അടിപൊളിയായിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം എടുക്കാൻ പോവുകയാണ്. മാഡം, എല്ലാ ഫ്ലവേഴ്സും അതെങ്കിലും ഗോൾഡൻ ഹിൽ സ്കൂളിലേക്ക് ഡെലിവറി കൊടുത്തേക്ക്. ഇതാ കാശ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറ് ഗോൾഡൻ ഹിൽ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിട്ട് 25 വർഷം തികയുന്നു മാഡം. ഞാനിത് അദ്ദേഹത്തിന് സൂപ്പർ സർപ്രൈസ് ആണ് കൊടുക്കാൻ പോകുന്നത്. സാർ അത് കണ്ട് ഞെട്ടിപ്പോകും. എന്നിട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. ഈ പൂക്കളെല്ലാം ഒരു അല്പം കുറഞ്ഞു പോയെന്ന് തോന്നല്ലോ. ഇനി ഒരു അല്പം കൂടി എടുത്ത് വച്ചേക്കാമെന്നാണ് തോന്നുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഓപ്പോസിറ്റ് ടീമിന് മുമ്പേ നമ്മൾ പപ്പിയെ കണ്ടെത്തണം, അല്ലേ? അടിപൊളി, കൊള്ളാം. അടിപൊളി പൂക്കളാക്കിയിരിക്കുന്നേ. സൂപ്പർ. പപ്പിയെ കിട്ടിപ്പോടാ. വേഗം വാ ഗോപു, നമുക്ക് പോയി പപ്പിയോട് പറയാം പ്രിൻസിപ്പൽ സാർ അവനെ അന്വേഷിക്കുന്നുണ്ടെന്ന്. വേണ്ട വേണ്ട ലക്ഷ്മൺ. പപ്പി സ്വയം പ്രിൻസിപ്പാളിനെ തെരഞ്ഞു പോവാണെങ്കിലേ പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടില്ല. ഇയാളെ പ്രിൻസിപ്പൽ സാറിന്റെ അടുത്തേക്ക് നമ്മൾ വിളിച്ചോണ്ട് പോവും. വോളിബോളും നമ്മൾ തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത്. വെരി സ്മാർട്ട് ഗോപു. വേഗം വാ. പപ്പി എന്ന ബൊക്കയെ നമുക്ക് വേഗം ഡെലിവറി ചെയ്തേക്കാം. പപ്പിയെ അന്വേഷിച്ച് ഞാൻ കുറെ നേരം ഇവിടെ നിൽക്കുകയാണല്ലോ. പപ്പി ഒരു പക്ഷെ നാടോട്ട് ഓടിപ്പോയെന്നാ തോന്നുന്നത്. അതേടാ. ഒന്നും മിണ്ടാതിരിക്കടാ ലക്ഷ്മണ. നീ ഒന്ന് നേരെ നോക്ക്, ശരിക്കും നോക്ക്.
ഞാൻ കണ്ടുപിടിച്ചു. ആ ഓട്ടോറിക്ഷയും കിട്ടി. പപ്പി നീ ആദ്യം ഈ വണ്ടി കയറി ഇരിക്ക. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് വേഗം വാ. ഗോൾഡൻ ഹിൽ സ്കൂളിലേക്ക് വേഗം പോകണം. വാ. ആ വരാം. ഒന്ന് നിക്ക്, ഈ ചൂട് ചായ ഒന്ന് കുടിച്ചോട്ടെ. ഒന്ന് വേഗം വാ ചേട്ടാ. അർജന്റാ ചേട്ടാ, അർജന്റാ. പപ്പിയെ ഇവിടെ വരെ കൊണ്ടുവന്നത് ഗോപുവാണ്. പക്ഷെ ഇവിടെ നമ്മളാണ് കൊണ്ടുപോകാൻ പോകുന്നത്. പപ്പി നീ വിഷമിക്കണ്ട, നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ ഇതാ വന്നിരിക്കുകയാണ്. അവര് രണ്ടുപേരേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ 3 പേരാ. പപ്പിയെ തെരഞ്ഞു കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് ഞങ്ങളാണ്. എടാ ഗോപു, പോസ്റ്റ്മാൻ ലെറ്ററും കൊണ്ട് കറങ്ങുന്നത് കൊണ്ട് ലെറ്റർ അവന് സ്വന്തമാണെന്ന് ആവില്ലടാ. അരിച്ചു മാറ്റിയ സാധനം എന്നും അവന്റേതായാവില്ല, അറിയാലോ. പപ്പിയെ ഞങ്ങളാണ് വിളിച്ചോണ്ട് പോവാ. എങ്ങനെ കൊണ്ടുപോകുന്നത് ഞങ്ങളൊന്ന് നോക്കട്ടെടാ. പപ്പയെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. അവരെ വെറുതെ വിടരുത്. സ്മാഷ്, ഫിനിഷ്. ബാബാ, ഞാൻ ആ പൂക്കടയില് പൂക്കളല്ലേ എടുത്തോണ്ടിരുന്നത്. ഞാനിങ്ങനെ ഓട്ടോറിക്ഷക്കകത്ത് വന്നത്. ആ പറഞ്ഞോ, നിങ്ങൾക്ക് ഇപ്പൊ എങ്ങോട്ടാ പോകേണ്ടത്? ഞാനിപ്പോ എങ്ങോട്ടാ പോണ്ടത്? ആ എനിക്കിപ്പോ ഓർമ്മ വന്നു. ഞാനിപ്പോ കേക്ക് ഷോപ്പിലേക്കാണ് പോണ്ടത്. കേക്ക് ഷോപ്പിലേക്ക് വിളിച്ചോണ്ട് പോ. വേഗം വേഗം. പപ്പി പോയല്ലോ. എന്ത്? വേഗം ഓട്ടോ ഫോളോ ചെയ്യടാ. ഇത് വേണ്ട, അതും വേണ്ട. ഇത് പെർഫെക്റ്റ് ആണ്. കറുത്ത ചോക്ലേറ്റ് കേക്ക് ഇല്ലേ, അതായത് ബ്ലാക്ക് ഫോറസ്റ്റ്. ബാക്ക് ചെയ്തേക്ക് ഗോൾഡൻ ഹിൽ സ്കൂളിലേക്ക് ഡെലിവറി കൊടുത്തേക്ക്. ഓക്കെ സർ. വേഗം വേഗം പെട്ടെന്ന് വാ. ഗോപയെ കൊണ്ട് വരുന്നതിന് മുമ്പ് നമുക്ക് പപ്പീനെ സ്കൂളിലേക്ക് എത്തിക്കണം. വേഗം ചെല്ല്, വാ. ഞങ്ങളുടെ മുഖമാണ്, കേക്കൊന്നല്ല. എന്തിനാ ഇങ്ങനെ ഐസിങ് ചെയ്യുന്നത്? പപ്പിയെ സ്കൂളിലേക്ക് ഞങ്ങൾ തന്നെ കൊണ്ടുപോകാം. വേഗം ഗോപു, നമുക്ക് പോണം. എങ്ങോട്ടാ പോകുന്നേ? ലോലിപോപ്പ് കഴിക്കുന്നു. പപ്പിയെ തേടി കണ്ടുപിടിക്കാൻ പോയ പിള്ളാരെയും കാണുന്നില്ലല്ലോ. ഇവിടെ എന്താ ഈ നടക്കുന്നത്? ഇനി ഞാൻ നോക്കിക്കോളാം. പോയല്ലോ. വേഗം ചെല്ലടാ ഗോപു, വേഗം. നമ്മളിത് അടുത്ത് എത്തിക്കഴിഞ്ഞു. പപ്പി ആദ്യം ഞാൻ കേക്ക് ഷോപ്പിലായിരുന്നില്ലേ, അവിടുന്ന് ഞാനിങ്ങനെ സ്കൂളിലെത്തിയത്. ഇതെനിക്ക് എന്താ സംഭവിച്ചത്? ശടാ. അത് കൊള്ളാം. പൂക്കളും എല്ലാം എത്തിയോ? ഇപ്പൊ പൂക്കളും കേക്കും വെച്ച് പ്രിൻസിപ്പൽ സാറിന് മൈൻഡ് ബ്ലോവിംഗ് സർപ്രൈസ് കൊടുക്കണം. ചേട്ടാ, പപ്പി നേരെ പ്രിൻസിപ്പൽ സാറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ. വേണ്ട ഗോപു, അങ്ങോട്ട് നോക്ക്. പ്രിൻസിപ്പൽ സാർ പുറത്താ നിൽക്കുന്നത്. അതായത് വോളിബോൾ വിൻ ചെയ്യാൻ ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. ബോയ്സ്, നിങ്ങൾ എവിടെയായിരുന്നു? പപ്പിയെ കണ്ടെത്തിയോ? വേഗം പറയൂ. സാർ, അതല്ല കാര്യം. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ വരണം സാർ. ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? എന്തെങ്കിലും ഒന്ന് പറയേ. സാർ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു സർപ്രൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തതാ. അല്ല സാർ, അത് ഞങ്ങൾ ചെയ്തതാ. എന്താണ് സർപ്രൈസ്? പറയൂ. നിങ്ങളൊന്ന് വന്ന് നോക്കണം സാറേ. ഞങ്ങളുടെ സർപ്രൈസ് കണ്ടോണ്ടേ സാറ് ഞെട്ടിപ്പോകും സാറേ. സാർ,
നിങ്ങൾക്ക് വേണ്ടി അടിപൊളി സർപ്രൈസ് റെഡിയാക്കിയിട്ടുണ്ട് സർ. സർപ്രൈസ് സർ. ആഹാ, കൊള്ളാം. പപ്പി, ഓഹോ പപ്പി, നീ തിരിച്ചു വന്നോ? ചേടാ, അപ്പൊ നിനക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഞാൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിട്ട് 25 വർഷങ്ങളായി. സാറിന്റെ സ്പെഷ്യൽ ദിവസം എനിക്ക് എങ്ങനെ വർക്കാൻ കഴിയും സർ? വരൂ സർ, കേക്ക് കട്ട് ചെയ്യൂ സർ. ബോയ്സ്, അപ്പോ ഇതായിരുന്നു നിങ്ങളുടെ സർപ്രൈസ്. പപ്പിയുമായി ചേർന്ന് നിങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് അല്ലേ? ഞാൻ ശരിക്കും സന്തോഷവാനാണ്. താങ്ക് യു സാറേ. സാർ, സാർ ഇവന്മാരുടെ സർപ്രൈസ് സാർ, ഇത് ഞാൻ കൊണ്ടുവന്നതാ. താങ്ക് യു പപ്പി, താങ്ക് യു. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ താൻ ഈ റൂം നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ താൻ ക്യാൻഡിൽസ് എടുത്തോണ്ട് മറന്നുപോയി. കുഴപ്പമില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. കൊള്ളാം. ഐ എം ഹാപ്പി ബോയ്സ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വോളിബോളിന് പകരം 2 വോളിബോൾസ് തരാൻ പോവുകയാണ്.